ഉത്തമനല്ലേ വരുന്നത്? തലയിൽ എന്തൊരു കെട്ടൊക്കെ ആയിട്ട്. ഉത്തമ, ഇതെന്ത് പറ്റി? വല്ലയിടത്ത് വീണോ? വീണതാണെങ്കിൽ സഹിക്കാമായിരുന്നു. മനസ്സറിഞ്ഞ് ഒരാൾക്ക് ഒരു സഹായം ചെയ്യാൻ പോയതിന്റെ പ്രതിഫലമായത്. എന്തു പറ്റിയെന്ന് പറ. ഇനി പറഞ്ഞിട്ടെന്തോന്ന് കാര്യം? ഇക്കാലത്ത് ഒരാൾക്ക് ഒരു സഹായം ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ ഇപ്പൊ പഠിച്ചു. വെറുതെ വഴിയെ പോയ ഞാൻ വീട്ടിൽ കയറി ചെന്ന് ഒലക്ക കൊണ്ടുള്ള തല്ല് കൊള്ളുക എന്ന് വെച്ച കഷ്ടമല്ലേ വക്കീലേ? ഒലക്കൊണ്ട് തല്ലിയോ? ആര്? ആരായാലും ശരി, അതങ്ങനെ വിട്ട പറ്റില്ലല്ലോ. നമുക്ക് കേസ് കൊടുക്കാം ഉത്തമ. കേസ് കൊടുത്ത പ്രതിയെ വക്കീല് എന്നെ ജാമ്യത്തിൽ ഇറക്കേണ്ടി വരും. ഞാനോ? അതെന്തിനാ? പ്രതി വക്കീലിന്റെ കെട്ടിയവനായി പോയില്ലോ. മോഹനേട്ടനോ? മോഹനേട്ടൻ ഉത്തമനെ തല്ലിയത്? അതൊരു വലിയ കഥയാണ് വക്കീലേ. രാവിലെ വഴിയിൽ വെച്ച് നമ്മളെ കണ്ടതിന് ശേഷം ഒരു 12 മണിയായപ്പോ ഞാൻ നിങ്ങളുടെ വീടിന്റെ മുമ്പിലൂടെ പോയി. സുകുമാരനല്ലേ അത്? അപ്പൊ അവൻ ഇന്നലെ പറഞ്ഞത് കാര്യട്ടാണോ? മോഹനകൃഷ്ണൻ ഗേറ്റും അടച്ചിട്ടില്ല. വക്കീല് കോടതി പോയിട്ട് ഇത്ര പെട്ടെന്ന് ഇങ്ങ് വന്നോ? അങ്ങനെയാണെങ്കിൽ പ്രശ്നമാണ്. നീ ഇറങ്ങി വാ. സുകുമാര, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഉത്തമൻ എന്താ വേണ്ടത്? അല്ല, അത് പിന്നെ കേശവനുമായിട്ടുള്ള കേസിൽ സുകുമാരൻ തോറ്റു എന്നുള്ള കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. സത്യഭാമ വക്കീല് മനഃപൂർവ്വം തോൽപ്പിച്ചതാണെന്ന് സുകുമാരൻ പറഞ്ഞത് ഞാൻ അറിഞ്ഞു. അതിലൊന്നും ഒരു കാര്യമില്ലെന്നേ. സത്യത്തിൽ വക്കീല് സുകുമാരനെ രക്ഷിക്കുകയല്ലേ ചെയ്തത്. ആശുപത്രി ചെലവും നഷ്ടപരിഹാരവും ചേർത്ത് രൂപ 15,000 എന്റേത് പോയത്. അല്ല, അത് ശരിയാണ്. പക്ഷെ സുകുമാരൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വേറൊരു വക്കീലാണെങ്കിൽ വധശ്രമത്തിന് കോടതി സുകുമാരനെ ശിക്ഷിച്ചനെ. 7-8 കൊല്ലം സെൻട്രൽ ജയിലിൽ ഗോതമ്പുണ്ടത്തുനിന്ന് കിടക്കേണ്ട കേസിൽ നിന്നാണ് വക്കീല് സുകുമാരനെ പുല്ലുപോലെ രക്ഷിച്ചോണ്ടിച്ച് പോന്നത്. ഇതൊക്കെ ഉത്തമം പറയുന്നതല്ലേ? ഒരു സാക്ഷിയെ ഹാജരാക്കിയിരുന്നെങ്കിൽ പുഷ്പം പോലെ രക്ഷപ്പെടാവുന്ന കേസെന്നാ അപ്പുറത്തെ വക്കീല് പറയുന്നത്. അതെ, അതൊക്കെ വെറുതെ വക്കീലന്മാര് ചുമ്മാ പറയുന്നതാണ്. നമ്മളിപ്പോ ഒരു കള്ളസാക്ഷി ഹാജരാക്കിയത് വിചാരിക്കും. അവന്റെ നാവിന്ന് കഷ്ടകാലത്തിന് വല്ല അബദ്ധവും വീണ് കഴിഞ്ഞാൽ സുകുമാരകത്ത് പോകില്ലായിരുന്നു. സത്യത്തിൽ സുകുമാരൻ ജയിലിൽ പോകരുന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശം കൊണ്ടാണ് വക്കീല് സാക്ഷിയെ കൊണ്ടുവരാൻ സമ്മതിക്കാത്തത്. ഇതിപ്പോ വെറും 15,000 കാര്യമല്ലേ ഉള്ളൂ. ചുമ്മാതല്ലോ. കേശവൻകുട്ടിയുടെ കഴുത്തിൽ അസലായിട്ടൊരു അടയാളം ഇട്ട് കൊടുക്കാൻ പറ്റിയില്ലേ? 15,000 രൂപയ്ക്ക് എന്തെങ്കിലും വിലയുണ്ടോ സുകുമാര ഈ കാലത്ത്? പക്ഷെ നമ്മുടെ തെക്കേലെ മത്തായി വക്കീല് പറയുന്നത് അങ്ങനെയല്ലല്ലോ. ഇതാണ് സുകുമാരന്റെ കുഴപ്പം. കേസില്ലാതെ ഈ ചാട്ടിയിരിക്കുന്ന മത്തായി വക്കീലിന്റെ വാക്ക് കേട്ടിട്ടാണ് തങ്കത്തിന്റെ സ്വഭാവമുള്ള സത്യഭാമ വക്കീലിന്റെ അടുത്ത് വഴക്കിടാൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ അത്രയ്ക്ക് വിശ്വാസമാണെങ്കിൽ സുകുമാരന്റെ കേസ് എന്താണ് മത്തായി വക്കീലിനെ ഏൽപ്പിക്കാത്തത്? എനിക്കറിയാം. മത്തായി വക്കീലിന് പണിയറിഞ്ഞൂടാ. പണിയറിയാത്ത മത്തായി വക്കീലിന് പണിയറിയാവുന്ന സത്യഭാമ വക്കീലിനോട് തോന്നിയ ഒരു ചെറിയ കുശുമ്പാണ് ഇതിലെല്ലാത്തിനും കാരണം. ആണോ? പിന്നല്ലാതെ. സുകുമാരൻ സത്യത്തിൽ സത്യഭാമ വക്കീലിനോട് ഈ ജീവിതം മുഴുവൻ കടപ്പെട്ടിരിക്കേണ്ട ആളാ. നന്ദിയോട് കാണിക്കരുതേ സുകുമാര, നന്ദിയോട് കാണിക്കരുത് കേട്ടാ. എനിക്കറിയില്ലായിരുന്നു. പറഞ്ഞല്ലോ. ഇനി ഇവിടെ ഒന്ന് ചുറ്റിത്തിരിയാതെ ആ കല്ലിങ്ങന്നെ പോവാൻ നോക്ക്. അങ്ങനെയാണെങ്കിൽ വക്കീലിനെ കണ്ടത് മാപ്പ് പറഞ്ഞിട്ട് പോയാലോ? വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. വേണമെങ്കിൽ സുകുമാരന് വേണ്ടി ഞാൻ വക്കീലിനോട് മാപ്പ് പറയാം. അത് മതി. അതിന്റെ ആവശ്യമുള്ളൂ, ധാരാളം. അപ്പൊ ഞാൻ പോട്ടെ. അയ്യോ, പോയാ മതി. ഞാൻ പറഞ്ഞോളാം മാപ്പ്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചെല്ല് നോക്കി പോണേ. എല്ലാം അങ്ങനെ വക്കീലിന് മുമ്പിൽ ആളാവാനൊരു കാര്യമായി. ഈ ഒരു കേസും പറഞ്ഞ് വക്കീലിനെ കൊണ്ട് വേറെ ഒരു 10 കേസ് ഞാൻ വാദിപ്പിക്കും. എന്റെ പൊന്നു വക്കീലെ, ആ സമയത്ത് മോഹനയുടെ സാറ് വീട്ടിൽ കാണുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല.
ഗേറ്റ് തുറന്നു കിടക്കുന്നത് കണ്ടപ്പോ വക്കീല് തിരിച്ചു വന്നതാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നിട്ടെന്തോന്ന്, ഞാൻ സുകുമാരനെ പറഞ്ഞു വിട്ടിട്ട് വീട്ടിന്റെ വരാന്ത ചെന്നിട്ട് കോളിംഗ് ബെല്ലടിച്ചു. വാതിൽ തുറക്കുന്നത് പോലുള്ളൊരു ശബ്ദം പുറകിൽ കേട്ടു എന്നതാണ് എന്റെ ഓർമ്മ. തിരിഞ്ഞു നോക്കുന്നതിന് മുമ്പ് എന്റെ വക്കീലെ കണ്ണിക്കൂടെ ഇങ്ങനെ പൊന്നീച്ച ഇങ്ങനെ പറന്നു. മോനടി സാറ് ഒലക്കയുമായി വന്ന് നിൽക്കുന്നത് ഈ മൂന്നാറിലെ മൂടൽ മഞ്ഞക്ക് ഇറങ്ങൂലേ, അതുപോലൊരു നിഴല് പോലെ ഞാൻ കണ്ടു. അപ്പോഴേക്കും എന്റെ ബോധം പോയി. വക്കീലെ ബോധം തെളിച്ചപ്പോ ഞാൻ ആശുപത്രിയിലല്ലേ. അപ്പൊ ഞാൻ സാറിനോട് ചോദിച്ചു, എന്തിനാ സാറേ ഈ അക്രമം എന്തെടുത്ത് കാണിച്ചതെന്ന്. അപ്പൊ സാറ് പറയുക, ആള് മാറിപ്പോയതാണ്, സുകുമാരനെന്ന് കരുതിയാണ് തല്ലിയതെന്ന്. കഴിഞ്ഞ 5-6 വർഷമായി മിക്കവാറും എല്ലാ ദിവസവും കാണുന്നതാ ഞാനും സാറും. ആ എന്നെ സാറിന് മാറിപ്പോയി എന്ന് പറഞ്ഞ വിശ്വസിക്കാൻ കുറച്ച് പാട് തന്നെയാണ് വക്കീലെ. ആള് മാറിയതായിരിക്കും. ഞാൻ രാവിലെ പോരുമ്പോ മോഹനേട്ടന് നല്ല തലവേദനയായിരുന്നു, അതുകൊണ്ട് ഓഫീസിൽ പോയിരുന്നത്. തലവേദന എടുത്തിരുന്നപ്പോ പെട്ടെന്ന് ഉത്തമനെ കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവില്ല. ഈ തലവേദന എന്ന് പറയുന്നത് മറ്റേ അമ്മനേഷിയൊന്നും അല്ലല്ലോ. എന്തായാലും സാറിന്റെ തലവേദന കാരണം ഇപ്പം എനിക്ക് തലയിൽ ഒരെണ്ണം കിട്ടി. എന്നിട്ട് ഉത്തമൻ എന്താ പറ്റിയത്? അയ്യോ, അങ്ങനെ കാര്യമായിട്ടൊന്നും പറ്റിയില്ല. പിന്നെ 4-5 കുത്തി തയ്യൽ സ്റ്റിച്ച്, അത്രേ ഉള്ളൂ. അവന്റെ വക്കീലൊന്ന് സൂക്ഷിച്ചോണം. അടുത്ത പ്രാവശ്യം സാറിന് തലവേദന വരുമ്പോ ഈ അടി വക്കീലിനായിരിക്കും. എന്നാ ഞാൻ പൊക്കോട്ടെ. ഒരാഴ്ച റെസ്റ്റ് എടുക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. തല അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിക്കൂടാ. പോട്ടെ. അതെ, എനിക്കറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക. വീട്ടിൽ കയറി വരുന്നവന്റെ തലക്കിട്ട് ഒലക്ക് വെച്ചടിക്കാൻ മോഹനേട്ടൻ എന്താ റിപ്പറോ? ഇതിപ്പോ 4 സ്റ്റിച്ചിന് തീർന്നു. ഉത്തമനങ്ങ് തട്ടിപ്പോയിരുന്നെങ്കിലോ? ഇതൊന്നും എന്റെ കുറ്റമല്ല. പിന്നെ എല്ലാത്തിനും കാരണം നീ ഉത്തമനോ? ഞാനോ? നീയല്ലേ ഫോണിൽ വിളിച്ച് സുകുമാരൻ വീട്ടിൽ നിന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നു പറഞ്ഞത്? അതുകൊണ്ട് എന്നും തൊപ്പി വെച്ച് നടക്കുന്ന ഉത്തമൻ തൊപ്പി വെക്കാൻ വന്നുണ്ടല്ലേ പെട്ടെന്ന് അബദ്ധം പറ്റിപ്പോയത്. അവന്റെ തൊപ്പി വെക്കാത്തത്? അയ്യടാ, നല്ല ന്യായം. ഈ വിവരക്കേട് വേറെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാലും തല്ലു കിട്ടും. ഉത്തമൻ എന്നോട് ചോദിക്കുക മോഹനേട്ടൻ സാറിനെതിരെ കേസ് കൊടുക്കാൻ വകുപ്പുണ്ടോന്ന്. കേശവന് നഷ്ടപരിഹാരം കിട്ടിയതുപോലെ ഉത്തമന് കിട്ടേണ്ടതല്ലേ? അതിന് ഉത്തമന്റെ ആശുപത്രിയിലെ ചെറുള്ള കാശ കൊടുത്ത ഞാനാണല്ലോ. എല്ലാം കൂടെ 10-200 രൂപയായി. ആ, സർക്കാർ ആശുപത്രി ആയതുകൊണ്ട്. അല്ലായിരുന്നെങ്കിലോ? പാവം ഉത്തമൻ സഹായിക്കാൻ നോക്കിയതാ, അതോട് വിളിക്കുന്നേ. ഇനിയിപ്പോ അത് വീട് സംഭവിക്കാനുള്ള സംഭവിച്ചു. തല്ലുകൊണ്ടത് ഉത്തമനായതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇനി നാട്ടിലിറങ്ങി തലയുയർത്തി നടക്കാൻ പറ്റുമായിരുന്നോ? എന്റെ വില്ലേജ് ഓഫീസർ എടുത്തുചാട്ടം കൊണ്ട് പറ്റുന്ന ഓരോരോ അബദ്ധങ്ങള് ഒക്കെ നിർത്തി. ഇതുപോലെ വാതിൽ തുറന്ന് വന്ന ആരാണ് നോക്കിയിട്ട് ഞാൻ എത്തിക്കും. അതോടെ എല്ലാ പ്രശ്നവും തീർന്നല്ലേ? ഈ വില്ലേജ് ഓഫീസറോട് എന്ത് ധൈര്യത്തിലാ ദൈവമേ ഞാൻ കിടന്നുറങ്ങുന്നത്. രാത്രി വല്ല വെട്ടുകത്തി എടുത്ത് എന്റെ കഴുത്തിൽ വെട്ടിയാലോ? ചുമ്മാ പറഞ്ഞതല്ലേ, അത് പോട്ടെ. ചിരിക്കും മാഷേ. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്നത് പഴഞ്ചൊല്ലായിരിക്കാം. പക്ഷേ പഴഞ്ചൊല്ലിൽ പതിരില്ലെന്ന് പഴമക്കാർ പലവട്ടം പറഞ്ഞിട്ടുള്ളതിനാൽ സുകുമാരന് വെച്ചത് ഉത്തമന് കൊണ്ടു എന്ന് നമുക്ക് തിരുത്തി വായിക്കാം. ആളുമാറി തല്ലി അബദ്ധത്തിലായെങ്കിലും മോഹനകൃഷ്ണന്റെ പരാക്രമങ്ങൾ ഇവിടെ തീരുമെന്ന് കരുതുന്നത് ബുദ്ധിയല്ല. മോഹനകൃഷ്ണന്റെ പുതിയ പരാക്രമങ്ങളുടെ കഥയുമായി കാര്യം നിസാരം നാളെ രാത്രി 9 മണിക്ക്.